ഹലോ. നമ്മളെന്ന് എങ്ങോട്ട് പോകുന്നത്? അറിയത്തില്ല. ഓക്കെ, എനിക്കറിയത്തില്ല. സോ നമ്മൾ ഒരു സൺഡേ നമ്മൾ ചുമ്മാതെ അങ്ങ് ഇറങ്ങുവാണ് അല്ലേ, ബൈക്ക് എടുത്ത്. നമ്മുടെ ബൈക്ക് വന്നിട്ടുണ്ട്. സോ നമുക്കങ്ങ് ഇറങ്ങാം. നമുക്ക് എന്നിട്ട് പിന്നെ നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ അല്ലേ. ഓക്കെ, ബൈ. സോ നമുക്കിന്ന് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. സോ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 3 സ്ഥലങ്ങളുടെ പേര് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് DD ഹിൽസ്, കൃഷ്ണഗിരി ആൻഡ് ചുഞ്ചി ഫോൾസ്. സോ ഇത് റാൻഡമായിട്ട് കിട്ടിയ കുറച്ച് സ്ഥലമാണ്. സോ നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞെടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം ആ സ്ഥലത്ത് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി ഉണ്ണിമ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഉണ്ണിമ നമ്മൾ എടുത്തിട്ടുണ്ട്. ചുഞ്ചി ഫോൾസ്. നമ്മൾ ഇന്ന് പോകുന്നത് ചുഞ്ചി ഫോൾസിലോട്ടാണ്. ഓക്കെ, നമ്മുടെ കൂടെ നമ്മുടെ റൈഡർ അർജുൻ ജയലാൽ ആൻഡ് മീ. നമ്മളിന്ന് പോകുന്നത് ചുഞ്ചി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 92 കിലോമീറ്റേഴ്സാണ് ചുഞ്ചിയിലേക്കുള്ളത്. അതായത് ഒരു 2.5 ഒരു 3 hours എന്തായാലും റീച്ച് ആവും. സോ നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് നൈസ് റോഡ് വഴി നമ്മുടെ എക്സിറ്റ് വരുന്നത് കനക്പുര റോഡാണ്. സോ അങ്ങോട്ട് പോകുന്ന റൂട്ടൊക്കെ നല്ല സീനിക്കായിട്ടൊരു റൂട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒത്തിരി കണ്ട് പോകാൻ പറ്റും. ചെറിയ ബ്രേക്സ് ഒക്കെ എടുത്തെടുത്താണ് പോയത്. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒയാസിസ് റെസ്റ്റോറൻറ്റിൽ കയറി. അത് കഴിഞ്ഞ് ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് പെയ്തു. പിന്നെയും നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4:30 ആകുമ്പോഴെങ്കിലും അവിടെ എത്തുക എന്നുള്ളതാണ്. അത് നടക്കുമെന്നറിയില്ല. എന്തായാലും വീക്കെൻഡ്സിലൊക്കെ ഒന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ ട്രാഫിക്കിൽ നിന്നൊക്കെ ഒന്ന് മാറണം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊരു നല്ല സ്പോട്ടാണ്. ഇത് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, അങ്ങോട്ടുള്ള റൂട്ടും ഭയങ്കര അടിപൊളിയാണ്. ഇത് നമ്മളൊരു വില്ലേജ് ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ഫീല് തോന്നത്തില്ല, കാരണം അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള റോഡ്സാണ് അവിടെ ഉള്ളത്. നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ മലനിരകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് പോവാം. സോ ഇനി 8 കിലോമീറ്റേഴ്സാണ് ചുഞ്ചിയിലേക്കുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ കണ്ടോ ഇങ്ങനെ ഒരു ഫുള്ള് മലയൊക്കെ കാണാം. നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. ഈ ആർച്ച് കയറി കഴിഞ്ഞ് ഒരു കൊച്ചു വില്ലേജിലേക്കാണ് കയറുന്നത്. ഈ വില്ലേജിനകത്ത് കൂടെയാണ് ചുഞ്ചിയിലേക്ക് പോകേണ്ടത്. സോ കുറച്ച് മുന്നേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ഒരു റോഡുകളൊന്നുമില്ല. അതായത് ഇങ്ങനെ കുറച്ച് ഓഫ് റോഡിങ് പോലെയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ കാറിൻ്റെയും സ്കൂട്ടറിൻ്റെയൊക്കെ പെർമിറ്റ് പോലെ അവർ നമ്മളെ അകത്ത് കയറ്റുന്നതിനൊരു 10 രൂപ വാങ്ങിച്ചായിരുന്നു. സ്കൂട്ടറിന് 10, കാറിന് 30, അങ്ങനെയാണ് റേറ്റ് വ്യത്യാസം. പിന്നെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് സേഫായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് പോവാം. സോ ഫസ്റ്റ് തന്നെ ഇറങ്ങുമ്പോൾ ഒരു കനാൽ കാണാം. നല്ല രസമാണ് ഇവിടെ കാണാൻ. നമുക്ക് അധികം ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങണം. കാരണം ഒരു 1 കിലോമീറ്റർ ഇനിയും താഴത്തേക്ക് നടക്കാനുണ്ട്. ഇത് നമ്മൾ താഴെ ഇറങ്ങി കഴിയുമ്പോൾ ടോപ്പിൽ നിന്നുള്ള ചുഞ്ചീൻ്റെ ഒരു വ്യൂ ആണ്. നമുക്ക് താഴത്തേക്ക് ഇനി ഇറങ്ങാൻ പറ്റും, പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. റീസെൻ്റ്ലി എന്തോ ആക്സിഡൻറ്റ് നടന്നതുകൊണ്ട് അവർ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. സോ നമ്മളിവിടെ നിന്ന് ഒരു ഗൈഡിൻ്റെ അടുത്ത് സംസാരിച്ച് അവർ പറയുന്നത് പെർ പേഴ്സൺ ഒരു 200 കൊടുത്ത് ഒരു ഗൈഡ് ഇല്ലാതെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്നാണ്. നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ അത് അടുത്തൊന്നും പോയി കാണാതെ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ പെർ പേഴ്സൺ 200 കൊടുത്ത് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ ഒരു 5:30 വരെയൊക്കെ ഉള്ളൂ ഇവിടെ ഓപ്പൺ. 5:30 ആകുമ്പോഴത്തേന് ഇവർ തന്നെ എല്ലാവരും ക്ലിയർ ചെയ്യുമോ ഇവിടുന്ന്. നമ്മൾ നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് ഒരു വ്യൂ പോയിന്റിലെത്തി. ഇനിയും താഴത്തേക്ക് പോകാനുണ്ട്. എടീ, നീ എന്ത് എഴയുവാണോ? അപ്പം മോൾ എഴയുന്നു. ഒരു ട്രിപ്പ് നിരങ്ങി, ഇനി അടുത്ത ട്രിപ്പ് നിരങ്ങാൻ പോവാണ്. ബൈ ബൈ. ഇങ്ങോട്ട് നോക്കിയേ. അങ്ങനെ നിരങ്ങി നടന്നു നോക്കും. ഞങ്ങളത് ചുഞ്ചി വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. നല്ല ഭംഗിയാണ് ഇത് അടുത്തൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വരുവാണെങ്കിൽ കയ്യിൽ ബോട്ടിൽ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ബാഗിലൊരു ബോട്ടിലും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് പോകാൻ പറ്റി.
അധികം റഷൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം. അധികം റഷും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ ഇത്രയും നടന്ന് താഴത്തേക്ക് ഇറങ്ങേണ്ടത് കൊണ്ടാവാം, സൺഡേ ആയിട്ട് കൂടി അത്രയും റഷും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമ്മൾ പോയിട്ട് തിരിച്ച് പോവുകയാണ്. ഒരു വീക്കെൻഡൊക്കെ എന്തെങ്കിലും ഒരു പീസ്ഫുൾ ഗെറ്റവേ വേണം എന്നുള്ളവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ റഷൊന്നും ഇല്ലായിരുന്നു. ഒരു 5:30 ആയപ്പോൾ തന്നെ അവർ ക്ലോസും ചെയ്തു കേട്ടോ.